ചടയമംഗലം പഞ്ചായത്തിലെ 15-ാം വാർഡായ മൂലങ്കോട് ബിജെപി വാർഡ് സമ്മേളനം ഉത്സാഹഭരിതമായി നടന്നു. സമ്മേളനം ബിജെപി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജോമോൻ കീർത്തനം ഉദ്ഘാടനം ചെയ്തു. ഗണപതി നടയിലെ നളന്ദ ട്യൂഷൻ സെന്ററിൽ നടന്ന യോഗത്തിന് വാർഡ് കൺവീനർ ശ്രീ വിക്രമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് ഇൻചാർജും മണ്ഡലം ട്രഷററുമായ എം ഹരികുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ ഇൻചാർജ് വിജയമോഹൻ സർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണൻ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് സമിതി അംഗം സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂലങ്കോട് വാർഡിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനായി 20 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രഭാരി രാധാകൃഷ്ണൻ, മണ്ഡലം സെൽ കോഓർഡിനേറ്റർ എ വി ജിത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചെറുവക്കൽ, മണ്ഡലം സമിതി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ പിള്ള, ഉദയൻ കുരിയോട്, സന്ധ്യ വെളുപ്പാറ, ജയമോഹൻ നായർ, പോരടം രവികുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എസ് മനോജ്, അരുൺ കള്ളിക്കാട്, രാജീവ് ആറാട്ടുകടവ്, പുരുഷോത്തമൻ ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ നിരവധി നേതാക്കളും വാർഡ് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു. ഈ കേരള സംസ്ഥാനത്തുള്ള 23,652 വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണമെന്ന ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള മുഴുവൻ വാർഡുകളിലും എല്ലാ പഞ്ചായത്തുകളിലെയും വാർഡുകളിലും ഞങ്ങൾ വാർഡ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ചടയമംഗലം പഞ്ചായത്തിലെ വാർഡ് സമ്മേളനങ്ങൾ ഇന്നലെ തിരുവൻഭാഗത്തെ സമ്മേളനത്തോടുകൂടി സമാരംഭിച്ചു. അപ്പോൾ ഈ മാസം 12-ാം വൻപിച്ച പൊതുസമ്മേളനത്തോടുകൂടി കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പങ്കെടുക്കുന്ന വൻപിച്ച പൊതുസമ്മേളനത്തോടുകൂടി ചടയമംഗലത്തെ വാർഡ് സമ്മേളനങ്ങളുടെ സമാപനം കുറിക്കുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും എന്ന ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ ഇന്ന് ശക്തമായ ഒരു പ്രവർത്തന പാന്താവിലേക്ക് നീങ്ങുകയാണ്. ഈ വാർഡ് സമ്മേളനത്തിന്റെ ആദ്യപടിയായിട്ടുള്ള ഈ പതാക ഉയർത്തലാണ് ഇവിടെ നടക്കുന്നത്. ഈ പതാക ഉയർത്തലിന് വേണ്ടി നമ്മുടെ ആദരണീയായ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു, അതോടൊപ്പം ഈ വാർഡിന്റെ കൺവീനറായിട്ടുള്ള ശ്രീ വിക്രമൻ എന്നിവരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നിച്ചു പോരത്തുണ്ട്. भारत माता की जय, बोलो बीजेपी की जय, बोलो भारत माता की जय, बोलो बीजेपी की जय. ഒരു ഫോട്ടോ എടുക്കണം. ഇങ്ങോട്ടേക്ക് വന്ദേ മാതരം. അതിന് മുമ്പായിട്ട് വിളക്കൊന്ന് കത്തിക്കാനുള്ള വന്ദേ മാതരം കഴിഞ്ഞിട്ടില്ല. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഉല്ലകുസുമിത ദ്രുമതലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.
വിളക്കൂടെ കത്തിച്ചു. ഉണ്ണി വാ, കേറിയോ? വാ. മൂന്നൂടെ കത്തി. പഞ്ചായത്ത് ദിവസത്തിന്റെ നിങ്ങൾ മൂന്നൂടെ കത്തി. ഭയങ്കര തിരക്കായിരുന്നു. ചന്ദ്രബോസ് വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടതുണ്ട്. ചന്ദ്രബോസ് കൂടെ പോയി. ഇവന്റെ വായിലും ചെല്ലോട്ടെ ആ അങ്ങനെയാണെങ്കിൽ ഇന്നലെ നമുക്ക് അവിടെ കൂടേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഇരിക്കണ്ടോ? നിങ്ങൾ ഇരിക്കണ്ടോ? അതിലും പിന്നെ ചേച്ചി ഇങ്ങോട്ട് വെച്ച് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ആദ്യം സ്വാഗതത്തിന് വേണ്ടി ഹരികുമാർ സാറിന്. ബഹുമാനപ്പെട്ട ഈ വാർഡ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, വാർഡ് വികസന സമിതിയുടെ കൺവീനർ ശ്രീ വിക്രമൻ ചേട്ടൻ, ഈ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ജോമോൻ കീർത്തനം, പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ ഇൻചാർജും മുൻ സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ വിജയമോഹൻ സാർ, പഞ്ചായത്ത് സമിതിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി.എസ്. ഉണ്ണികൃഷ്ണൻ അവറുകൾ, കള്ളിക്കാടിൻ്റെ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു എസ്, മണ്ഡലത്തിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ വിഷ്ണു ചെറുവക്കൽ, പഞ്ചായത്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റും ചടയമംഗലം പഞ്ചായത്തിൻ്റെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ സാർ, മണ്ഡല സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ ഉദയകുമാർ കുരിയോട്, ശ്രീമതി സിന്ധു, അതുപോലെ തന്നെ നമ്മുടെ പോരടം രവിച്ചേട്ടൻ, മണ്ഡലത്തിൻ്റെ സെൽ കോർഡിനേറ്റർ ശ്രീ എ വി ജിത്ത് കുരിയോട്, പഞ്ചായത്ത് സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ, ശ്രീ ശ്രീകുമാർ ചേട്ടൻ, പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ് കുരിയോട്, ശ്രീ അരുൺ കള്ളിക്കാട്, ശ്രീ രാജീവ് ചടയമംഗലം അടക്കം എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്തിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസം 15ാമത്തെ വാർഡ് മൂലങ്കോട് വാർഡ് സമ്മേളനം ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നലെ തെരുവൻഭാഗമായിരുന്നു. നമ്മുടെ 15ാം തീയതിക്കകത്ത് ചടയമംഗലം പഞ്ചായത്തിൻ്റെ മുഴുവൻ വാർഡ് സമ്മേളനങ്ങളും നിശ്ചയിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചടയമംഗലം പഞ്ചായത്തിലെ വാർഡ് സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ഈ വാർഡിലെ അംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് വലിയൊരു ജനപങ്കാളിത്തം എല്ലാ വാർഡുകളിലും ഉണ്ടാകണമെന്നില്ല. കാരണം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പല രീതിയിലുള്ള കല്യാണം, മറ്റ് അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ഒഴിവായി പോയവർ ഒരുപാട് പേരുണ്ട്. അത് വന്നതിന് ശേഷവും നേരത്തെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള
അസൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒത്തുചേർന്നുള്ളൊരു ഡേറ്റ് എടുക്കാനോ ഒരു ടൈം ക്രമീകരിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ഉള്ള സമയം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ സമ്മേളന പരിപാടി ആരംഭിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ വാർഡിൻ്റെ കൺവീനറും ഈ മൂലങ്കോട് വിവേകാനന്ദ ബൂത്ത് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീ വിക്രമൻ ചേട്ടനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്ത സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ജില്ലാ സെക്രട്ടറി ശ്രീ വൈസ് പ്രസിഡന്റ് ശ്രീ ജോമോൻ കീർത്തനം അവർക്കാണ്. അദ്ദേഹത്തെ ഈ യോഗ നടപടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിന്റെ ഇലക്ഷൻ ഇൻചാർജും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം ഒരു ധർണയായാലും ശരി, ഒരു മറ്റേത് സമരപരിപാടികളായാലും, ഒരു ചർച്ചകൾക്കായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ചടയമംഗലം, പ്രത്യേകിച്ച് സാറ് ഇളമാട് പഞ്ചായത്തുകാരനാണ്. ചടയമംഗലം പഞ്ചായത്തിന്റെ ഇലക്ഷൻ ഇൻചാർജാണ്. എല്ലാ കാര്യങ്ങൾക്കും ചടയമംഗലം പഞ്ചായത്തിനോടൊപ്പം നമ്മളോട് സഹകരിച്ച് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ശ്രീ വിജയമോഹൻ സാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ശ്രീ VS ഉണ്ണികൃഷ്ണൻ അവർ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ സംസ്ഥാന പദവികൾ വരെ വഹിച്ചിട്ടുള്ള അദ്ദേഹം മിക്ക നമ്മുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആണ്. അദ്ദേഹം ബാങ്ക് പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായ ചില ബിസിനസ് പരമായ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്തിൽ നമുക്ക് പുതിയ ഒരു പ്രസിഡന്റിനെ ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തെ. കുരിയോട് നിവാസിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ മുൻ മൂലങ്കോട് വാർഡ് മെമ്പറും ഇപ്പോഴത്തെ കള്ളിക്കാട് വാർഡിന്റെ മെമ്പറുമായിട്ടുള്ള മണ്ഡലത്തിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി സിന്ധു S അവர்களാണ്. ശ്രീമതി സിന്ധു അവരുകളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ബൂത്ത്, പഞ്ചായത്ത്, മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ പ്രവർത്തകരെയും നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജോമോൻ കീർത്തന അവരുടെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയാണ്, ജില്ലാ വൈസ് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ബൂത്ത് പ്രസിഡന്റും കൺവീനറും കൂടിയായ വിക്രമൻ ചേട്ടൻ, ഈ ബൂത്തിന്റെ സെക്രട്ടറി ഇല്ലേ, കൺവീനറും മാത്രമേ ഉള്ളൂ അല്ലേ, വാർഡിന്റെ ബൂത്ത് എപ്പോഴും ഓർമ്മ വരുന്നത്. പിന്നെ വിജയമോഹൻ ചേട്ടൻ, ചടയമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഹരികുമാർ ചേട്ടൻ, ഈ വാർഡിന്റെ മൂലങ്കോട് വാർഡിന്റെ മുൻ മെമ്പർ അല്ലേ, ഞാൻ പെട്ടെന്ന് വന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ പ്രീ പ്ലാനിങ് ആയിട്ട് ഈ വാർഡിനെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ ഒരു ധാരണയില്ലാതെ വന്ന് നിൽക്കുകയാണ്. മെമ്പർ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൽ നമ്മൾ പരമാവധി വിജയം കൈവരിക്കുവാൻ വേണ്ടി പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലും അതുപോലെ തന്നെ ജില്ലാ തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ സ്റ്റേറ്റ് നേതൃയോഗം തൃശ്ശൂരിൽ നടന്നിരുന്നു, ശില്പശാല നടന്നിരുന്നു. ഈ 30-ാം തീയതി വരെയുള്ള പരിപാടികൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 30-ാം തീയതി വരെയുള്ള പറയുന്നത് 1-ാം തീയതി മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ 30-ാം തീയതി വരെ ചെയ്യാൻ പോകുന്നതുമായ പരിപാടിയുടെ 4 ഇരട്ടി ജോലിയാണ് നമ്മൾ ഓരോ പ്രവർത്തകർക്കും 1-ാം തീയതി മുതൽ ചെയ്യാനുള്ളത്. ആ 1-ാം തീയതി മുതലുള്ള വർക്കിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 30-ാം തീയതിക്കകത്ത് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ തുടർന്ന് വിജയമോഹൻ സാറക്കം പറയും. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടിയിരിക്കുന്നത് എല്ലാവരും വാർഡുകളിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ
കാര്യമായ രീതിയിൽ തന്നെ പേര് ചേർക്കുകയും അതിന്റെ ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാര്യക്ഷമമായിട്ട് തന്നെ നടത്തുകയും ഹിയറിംഗ് കൃത്യമായിട്ട് തന്നെ നടത്തുക, നമുക്ക് കിട്ടുവാനുള്ള വോട്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിൽ എല്ലാ പ്രവർത്തകരും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ആ പ്രവർത്തനം ശക്തമാക്കണം. അതുകൂടാതെ തന്നെ ഒരു സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇതെല്ലാം മുൻ കാലങ്ങളിൽ മീറ്റിംഗിലെല്ലാം തന്നെ വിശദമായി തന്നെ പാർട്ടി പല മീറ്റിംഗിൽ കൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സമാന്തര വോട്ടർ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം എന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് 2-3 ക്ലാസ്സുകളായി തിരിച്ചുകൊണ്ട് നമുക്ക് കിട്ടുവാൻ സാധ്യതയുള്ള 100% കിട്ടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ അത് ഓരോ പേജും നമ്മൾ എടുത്തുകൊണ്ട് ഓരോ പേജിനും ഓരോ പേജ് പ്രമുഖന്മാരെ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് കിട്ടുവാൻ സാധ്യതയുള്ള 100% കിട്ടുവാൻ സാധ്യതയുള്ള വോട്ടുകൾ ആദ്യമേ തരംതിരിക്കുക. പിന്നെ ഈ നമ്മളോട് അനുഭാവമുള്ള ആൾക്കാരെ ആ വോട്ടർ ലിസ്റ്റിൽ നിന്നും കണ്ടെത്തി അതങ്ങനെ രണ്ടാമത് തിരിക്കുക. അങ്ങനെ ഓരോ തരത്തിലും കാറ്റഗറി അനുസരിച്ച് തന്നെ വോട്ടർ ലിസ്റ്റ് പഠിച്ച് കൃത്യമായിട്ട് തന്നെ അത് തരംതിരിച്ചുകൊണ്ട് അതിന്റെ ഒരു പഠനം ഈ 30-ാം തീയതിക്കകത്ത് അതൊരു സമാന്തരമായിട്ടുള്ളൊരു വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുക. പാർട്ടി വളരെയധികം കൃത്യതയോടുകൂടിയും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്ന, വളരെ സ്ട്രിക്റ്റായി തന്നെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത്. അതിന്റെ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള സമയങ്ങളിൽ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അത് പരിശോധിക്കപ്പെടുന്ന ഒരു ഘടകമാണ്. കാരണം ഈ സമാന്തര വോട്ടർ പട്ടികയാണ് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ വോട്ടിംഗ് ശതമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം കാറ്റഗറിയിൽ ആരെല്ലാം പോയി കണ്ടാൽ എങ്ങനെയൊക്കെ നമുക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇന്നത്തെ ഈ വാർഡ് സമ്മേളനത്തില് ഒരു പിന്നെ ഇത് തന്നിട്ട് സർക്കുലർ തന്നിട്ടില്ലേ, സർക്കുലർ ഉണ്ട്. അതായത് വാർഡ് മാനേജ്മെന്റ് ടീം 20 പേര് അടങ്ങുന്ന ഒരു വാർഡ് മാനേജ്മെന്റ് ടീം ഇന്ന് നിങ്ങൾ ഇതിന് ശേഷം ഇവിടെ തെരഞ്ഞെടുക്കണം. അതിന് 20 ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ 20 ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് തന്നെ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ഈ വേദിയിൽ നിങ്ങളത് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആ വാർഡ് ഇവിടെ ഒരു വാർഡ് വികസിത ടീമുണ്ട്. ആ ടീമിന്റെ കൺവീനറാണ് ചേട്ടൻ. ബാക്കി 5 പേര്, 5 2 7 പേരെ, അതിനകത്ത് 2 പേരെയും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു OBC വിഭാഗത്തിൽ നിന്നും ഒരാളെയും, കൂടാതെ പുതിയ വോട്ടർമാരിൽ നിന്നും നമ്മുടെ അനുഭാവിയായിട്ടുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു പുതിയ വോട്ടറേയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അത് 5 എന്നുള്ളത് 7 ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഡേറ്റ ഷീറ്റിനകത്ത് ഗൂഗിൾ ഡേറ്റ ഷീറ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൂടാതെ ഈ 20 പേരുടെ ഇലക്ഷൻ മാനേജ്മെന്റ് ടീമും എടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ കൂടി നമുക്കൊരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുവരണം. നമ്മളൊക്കെ ഇന്നലെ വരെയും ഇത് ചടയമംഗലം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഓഫീസിന്റെ വെളിയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം നടത്തിയിരുന്നെങ്കിൽ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാര് നമ്മുടെ മുന്നിൽ സമരം നടത്തുന്ന നമ്മൾ അഴിമതി നടത്താൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ മുന്നിൽ സമരം നടത്തുന്ന തരത്തിൽ നമ്മൾ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ഭരണം പിടിക്കാൻ ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം BJP ഭരിക്കുന്ന തരത്തിലേക്ക് വളരെയധികം കാര്യക്ഷമമായി ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ബാക്കി ഇവിടുത്തെ നേതാക്കന്മാരുണ്ട്, അവര് കാര്യമായ സംഘടനാ കാര്യങ്ങളും അതിനുള്ള മറ്റുള്ള എല്ലാ സംഘടനാ പ്രവർത്തകനും നമ്മൾ നടത്തുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തതായി നമ്മുടെ വാർഡിന്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നതിന് മുഖ്യ പ്രഭാഷകനായി വിജയമോസാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് പള്ളിക്കൽ പരിപാടിയാണ്. നമ്മളെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ വാർഡിന്റെ കൺവീനർ ശ്രീ വിക്രമൻ, ഈ വാർഡിന്റെ ഇൻചാർജ് ശ്രീ ഹരി, ഈ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ VS ഉണ്ണികൃഷ്ണൻ, നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുകയും അതുപോലെ തന്നെ വാർഡ് കമ്മിറ്റിയുടെ അംഗമായിരിക്കുകയും അതുപോലെ തന്നെ മൂലംകോട് വാർഡിന്റെ മെമ്പറും
ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീമതി സിന്ധു, ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ ശ്രീ വിഷ്ണു ചെറുവക്കൽ, ശ്രീ എ രാധാകൃഷ്ണൻ സ്ഥാനം സംസ്ഥാനം നമ്മുടെ പ്രഭാരി കൂടിയാണ്. പിന്നെ നമ്മുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഉദയൻ, സന്ധ്യ, അതുപോലെ തന്നെ നമ്മുടെ ബാലകൃഷ്ണ സാറ്, നമ്മുടെ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ്, നമ്മുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ് നമ്മുടെ ജയമോഹൻ ചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പ്രിയമുള്ള സുഹൃത്തുക്കൾ. നമ്മുടെ വാർഡ് സമ്മേളനം നടക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ഞാൻ ഇന്നലെ ആ യോഗത്തിൽ ഞാൻ സംസാരിച്ചാണ് ഭംഗിയായി. ഈ വാർഡ് സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ വാർഡ് നമ്മൾ ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എങ്ങനെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാം എന്ന് നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ആദ്യ പടിയുള്ള ഒരു യോഗമാണ് നമ്മുടെ വാർഡ് സമ്മേളനം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള വാർഡ് സമ്മേളനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ കുറെ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കും, അവരെ കൊണ്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന് സാരി ഉടുപ്പിച്ച് കൊണ്ടുവന്ന് നോമിനേഷൻ കുളിപ്പിച്ച് മത്സരിപ്പിക്കുന്ന ഒരു സ്ഥിതിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ച് വിജയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ആദരണീയനായ കേരളത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ തുടങ്ങി വെച്ച ഒരു പ്രക്രിയയാണ് നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം. കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതി തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഇത്രയും മാസം ഏതാണ്ട് 3 മാസക്കാലം തുടങ്ങിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വാർഡ് സമ്മേളനം നടത്തുന്നത്. നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം നമ്മൾ നടത്തി. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 523 മെമ്പർഷിപ്പാണ് നമ്മൾ ചടയമംഗലം മണ്ഡലത്തിൽ പുതുതായി നമ്മൾ ചേർത്തത്. ഒരു കൊച്ചു മെമ്പർഷിപ്പ് ഒന്നുമല്ല. എന്നുവെച്ചാൽ എല്ലാ വാർഡുകളിലും അത് ഏറ്റവും കൂടുതൽ വാർഡ് ചേർത്തത് നമ്മുടെ അതിനുള്ള ഒരു ക്രെഡിറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഹരിക്ക് അതിനുള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കണം. 83 പേരെ ഈ മൂലംകോട് വാർഡിൽ നിന്നും അദ്ദേഹം ഇതിനകത്ത് നമ്മൾ മെമ്പർഷിപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. 100 പേര് മെമ്പർഷിപ്പിൽ കൊണ്ടുവരുന്ന ആളിനെ കഴിഞ്ഞ വർഷം അമിത്ഷാ നേരിട്ട് ആദരിക്കുമെന്ന് തീരുമാനിക്കും. പക്ഷേ 83 നിന്ന് ബാക്കി നമുക്ക് തുച്ഛമായ കുറച്ച് ഒരു 10-17 പേരെ കൂടെ ചേർത്തതെങ്കിൽ ഹരി നമുക്ക് ചടയമംഗലം മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് അമിത്ഷായിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനകത്ത് ഹരി വിചാരിച്ചാൽ 100 പേരെ ചേർക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ മൂലംകോട് വാർഡിൽ ഇനി നമുക്ക് ആളിനെ ചേർക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചടയമംഗലം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഈ അംഗങ്ങളെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവന്ന ആളാണ് നമ്മുടെ വാർഡിന്റെ ഇൻചാർജുള്ള ശ്രീഹരി. അങ്ങനെ ചെറുതും വലുതുമായി ഏറ്റവും കുറച്ചിലോടുകൂടി ഇവിടെയുള്ള 16 വാർഡുകളിലും നമ്മൾ ഈ മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട്. അത് ഏറ്റവും കുറച്ച് മെമ്പർഷിപ്പ് ചേർത്തുള്ള ചില വാർഡുകളുണ്ട്, അത് നമുക്കറിയാം. അപ്പം ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്തുള്ള വാർഡുകളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മെമ്പർഷിപ്പ് വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വോട്ട് കൃത്യമായി ചെയ്യാൻ കഴിയൂ. ഇപ്പൊ മൂലംകോട് വാർഡിൽ 83 പേരിൽ അതിനകത്ത് 10-80 പേര് തന്നെ നമുക്ക് ഹിയറിംഗ് നടത്തി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലിയർ ആയ വ്യക്തമായ വോട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം 22 വോട്ടിനാണ് നമ്മുടെ ഹരി ഇവിടെ തോറ്റുപോയത്, ഈ വാർഡിൽ തോറ്റുപോയത്. ആ 22 സ്ഥാനത്ത് നമുക്ക് 83 വോട്ടുകൾ പുതുതായിട്ട് വരുമ്പോൾ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തവണ്ണം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയുള്ള, ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനപിന്തുണയുള്ള ഒരു വാർഡായി ഈ മൂലംകോട് വാർഡ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെയാണ് നമ്മൾ ഈ കേരള സംസ്ഥാനം ഉറ്റുനോക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ ലിസ്റ്റിലുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത്. ചടയമംഗലം മണ്ഡലത്തിൽ ആകപ്പാടെ സംസ്ഥാനം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു പഞ്ചായത്ത് ഈ ചടയമംഗലം പഞ്ചായത്താണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 3 വാർഡ് മെമ്പർമാർ ജയിക്കുകയും 6 2ാം സ്ഥാനത്ത് വരികയും ചെയ്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അത് തന്നെ നമ്മൾ പലയിടത്തും തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടു പോയത്. ആ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കേരള സംസ്ഥാനം ദത്തെടുത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ നിത്യവര സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ചടയമംഗലം മേഖല. അപ്പൊ അവർക്ക് ഈ ചടയമംഗലം മേഖലയിൽ ഒന്ന് കയറുന്നതിനും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ കാണുന്നതിനും പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നതിനും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ഒക്കെ എളുപ്പമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വങ്ങൾ വളരെ കൂടുതലാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ റെക്കോർഡുകൾ ക്ലിയർ ആയിരിക്കണം. ഇവിടെ വരുമ്പോഴും ബിൽ സൂക്ക് കാണത്തില്ല, ഇവിടെ വരുമ്പോൾ നമുക്ക് മറ്റു രേഖകൾ കാണത്തില്ല. ഇതിന്റെ ഭാരവാഹികൾ ആരാണെന്ന് അറിയാൻ വയ്യാത്ത പിന്നെ വാർഡിന്റെ ചുമതലക്കാരുണ്ടാകും. അതൊക്കെ മാറണം. നമ്മൾ വാർഡിനെ പറ്റി പഠിക്കണം. വാർഡിൽ നമുക്ക് എത്ര മെമ്പർമാരുണ്ട്, ആകെ എത്ര വീടുകളുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്നവരുടെ രാഷ്ട്രീയം നമ്മൾ പഠിക്കണം. ആ രാഷ്ട്രീയം നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ നമ്മുടെ ജോമൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്നലെ സൂചിപ്പിച്ചതാണ്. നമുക്ക് സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, നമ്മൾ ഗുജറാത്തിൽ അധികാരം പിടിച്ചത്, നമ്മൾ ബീഹാറിൽ അധികാരം പിടിച്ചത്
പല സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിച്ചത് ഈ സമാന്തര വോട്ടർ പട്ടിക നിർമ്മിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പല സംസ്ഥാനങ്ങളിലും നമുക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. ഈ ഭാരതീയ ജനതാ പാർട്ടി ഒരു കൊച്ചു പാർട്ടിയല്ല. ഭാരത രാജ്യം ഭരിക്കുകയും 21 സംസ്ഥാനങ്ങളിൽ ഭരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മൾ പറയും, നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മള് നല്ല നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യ രാജ്യം 3-ാം തവണ 15ാമത്തെ മൂന്നാം തവണ ഇവിടുത്തെ ഭരണം കിട്ടി. 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഈ രാജ്യത്ത് വേറെ ഏത് പാർട്ടിക്ക് അതിന് കഴിയും? ഇപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കണക്ക് റിപ്പോർട്ട് വന്നു. ഇന്ത്യ രാജ്യത്ത് ആകപ്പാടെയുള്ള ദേശീയ പാർട്ടികൾ 6 പാർട്ടിയാണ്. ദേശീയ പാർട്ടികൾ 6 പാർട്ടിയാണ്. അതിനകത്ത് ഏറ്റവും വലിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം CPI പ്രസ്ഥാനം, അവർ അഖിലേന്ത്യാ പാർട്ടിയല്ല. ഇവിടെ കോൺഗ്രസും BJPയും അതുപോലെ തന്നെ CPMും കട്ടിച്ച് ആ കടമ്പ ചാടി അപ്പുറത്ത് നിൽക്കുകയാണ്. അതാണ് 3 പേര് അവരാണ്. പിന്നെ AIP, BSP, ആൾ ഇന്ത്യ സോഷ്യലിസ്റ്റ് പാർട്ടി, 6 കക്ഷികളാണ് ഇന്ത്യയിൽ ദേശീയ കക്ഷികളായി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പാർട്ടികൾ. അതില് ഏറ്റവും വലിയ പാർട്ടി, ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി, 19 കോടി അംഗസംഖ്യയുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇത്രയും അംഗസംഖ്യയുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഇത്രയും അംഗസംഖ്യയുള്ള വേറെ ഒരു പാർട്ടി ഈ ലോകത്തിന്റെ ചരിത്രത്തിലില്ല. അപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയുമ്പോൾ അവിടെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർമാരായിരിക്കും. അവിടെ വേറെ രാഷ്ട്രീയ പാർട്ടിയില്ല, അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളില്ല. എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരുടെ അജണ്ട അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള രാജ്യമാണ്, സംഖ്യയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. 19 കോടി അംഗങ്ങളാണ്. നമ്മളെല്ലാം ഓടി നടന്ന മെമ്പർമാർ ചേർത്തതാണ്. എത്രയോ പേര് ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. എന്റെ പ്രദേശത്ത് തന്നെയാണ് വിഷ്ണു കുടിയിരിപ്പുണ്ട്. എന്റെ പ്രദേശത്ത് ആ ഇളമാട് പഞ്ചായത്തിനെ സജീവമായി ചലിപ്പിച്ച് അവിടെ മുഴുവൻ വാർഡുകളിലും സജീവ നേതൃത്വം വഹിക്കുന്ന ആളാണ് വിഷ്ണു ചെറുവക്കൽ. നമ്മുടെ മണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റാണ്. ആ പഞ്ചായത്തിനെ ഇത്രത്തോളം അതിദൂരം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിഷ്ണു ചെറുവക്കൽ. അഭിമാനത്തോട് എനിക്ക് പറയാൻ കഴിയും. ആ വിഷ്ണുവിന്റെ ആ സജീവ പ്രവർത്തനം ആ പഞ്ചായത്തിനെ ചടയമംഗലത്തെക്കാളും ലഭിച്ചു. 690 പേരെ അവിടെ ഡേറ്റ ചേർത്തു. നമ്മൾ 523 പേരെ ഡേറ്റ ചേർത്തപ്പോൾ ഇളമാട് പഞ്ചായത്തിൽ 690 പേരെ അപ്പോൾ അത് നമ്മുടെ ഡേറ്റ ചേർത്തു. ഏതാണ്ട് അതിൽ 20 പേര് കഴിച്ചാൽ ബാക്കി മുഴുവൻ പേരെയും നമ്മൾ കയറി നടത്തി. അതിനൊക്കെ ഇത്രയും ഇച്ഛാശക്തിയുള്ള ആളുകൾ, ഈ യുവാക്കന്മാർ മുന്നോട്ട് വന്നാൽ ഏത് പ്രദേശത്തും നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ ഡേറ്റ ചേർക്കലും അതുപോലെ തന്നെ ഹിയറിംഗ് നടത്തലും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കലും ഒന്നും ഒരു കീറാമുട്ടിയായ പ്രശ്നമല്ല. അതുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ നമ്മൾ ഒരുപാട് രാഷ്ട്രീയം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു രാഷ്ട്രീയം നമ്മൾ രാഷ്ട്രീയങ്ങൾ പറയാനുള്ള അവസരങ്ങൾ ഇനി ഒരുപാട് യോഗങ്ങൾ വരുവാണ്, ഒരുപാട് കാര്യങ്ങൾ വരുവാണ്. ഇവിടെ യോമൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഈ 30-ാം തീയതി കഴിഞ്ഞ 30-ാം തീയതി നമ്മുടെ ദക്ഷിണ മേഖലാ സമ്മേളനം നടക്കാൻ പോവാണ്. നമ്മുടെ വൈക്കൽ ആരോമ ആടി ചോദിക്കുന്നത് അതിന്റെ സ്വാഗതം കൊണ്ട് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഈ വാർഡിലേക്ക് വരുവാണ്. വാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്. വാർഡിലാണല്ലോ നമ്മുടെ വോട്ട് ചേർക്കുന്നത്, വാർഡിലാണല്ലോ നമ്മുടെ വോട്ടർമാരുള്ളത്, വാർഡിലാണല്ലോ നമുക്കിവിടെ സന്ദർശകങ്ങൾ വഹിക്കുന്നത്, നമ്മൾ നാട് ഇറങ്ങി നടക്കേണ്ടത് വാർഡിലാണല്ലോ. അതുകൊണ്ട് വാർഡിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രവർത്തന കേന്ദ്രമെന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ വാർഡ് നമ്മുടെ ഇവിടെ ഒരു 10 വാർഡിൽ ഈ ചടയമംഗലം പഞ്ചായത്തിൽ ജയിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാർട്ടി എന്ന് വിചാരിച്ചടക്കുന്ന CPM, ഒന്നുമല്ലാത്ത കോൺഗ്രസ്, ഈ 3 കക്ഷികളെ എടുത്ത് നോക്കിയാൽ ഏത് പ്രദേശത്ത് ചെന്നാലും 50 പേരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ഇവിടല്ല, ഏത് മേഖലയിൽ ചെന്നാലും, എന്റെ പഞ്ചായത്തിൽ ചെന്നാലും ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റയ്ക്ക് നിന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. നമുക്ക് അധികാരം കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ് LDF എന്ന് പറയുന്നത്? എത്ര മുന്നണികളുടെ ഒരു കൂട്ടുമുന്നണിയാണ്, എത്ര പാർട്ടികളുടെ ഒരു കൂട്ടുമുന്നണിയാണ് LDF. അതുപോലെ തന്നെ UDF എത്ര പാർട്ടികളുടെ കൂട്ടുമുന്നണിയാണ്. വർഗീയവാദികളായ കക്ഷികളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ബന്ധപ്പെടുന്ന, അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? നമ്മൾ അത്രയും ബലവാന്മാരാണ്, നമ്മൾ അത്രയും ശക്തവാന്മാരാണ്, നമുക്ക് അത്രയും അടിത്തറയുള്ളവരാണെന്ന തിരിച്ചറിവ് ഈ മറ്റു കക്ഷികൾക്കുള്ളത് കൊണ്ടാണ് നമ്മളെ അവര് തൊട്ടാൽ പൊള്ളുന്നവരായി, അറയ്ക്കുന്നവരായി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ എതിർക്കാൻ വേണ്ടി വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്നത്. പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതാണ്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴും ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്.
നമ്മുടെ എല്ലാം വീടിന്റെ അകത്തളങ്ങൾക്ക് അടുത്ത പ്രദേശങ്ങളിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റാൽ നമ്മുടെയൊക്കെ കാര്യം വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നിൽ നമുക്ക് നല്ലൊരു ജനസഞ്ചയത്തെ അണിനിരത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു അവസരമായി നമുക്ക് ഈ വാർഡ് സന്ദർശനങ്ങൾ നമുക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനം കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവും വോട്ട് ചെയ്യാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി കഴിയുന്ന ആളുകൾ, അങ്ങനെ 4 കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് നമുക്ക് സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കി കൊടുക്കണം എന്നാണ് ലാസ്റ്റ് 26-ാം തീയതിയാണ്. കാരണം നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കി കൊടുക്കണം എന്ന് നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. അപ്പോഴൊന്നും നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാതെ നമ്മളെല്ലാം ഒരു സുഷുപ്തിയിൽ കിടന്നിരുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് നമുക്ക് ആ വോട്ടർ പട്ടിക സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തിരൂർ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നമ്മുടെ ജയമോഹൻ ചേട്ടന്റെ വീട്ടിൽ വന്നിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്നായിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞാണ് ഈ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും ഇതിനുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഈ ഒരു കാറ്റിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു വാർഡിലെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ ആ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എക്കാലത്തെയും സഹയാത്രികരായി നടത്തുന്നവർ, ആരാണ് നമ്മുടെ അനുഭാവി, ആരാണ് നമ്മുടെ അനുഭാവി, ആരാണ് വോട്ടർമാർ, ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സമാന്തര വോട്ടർ പട്ടിക അടിയന്തരമായി നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇതിന് സമാന്തരമായി CPM ഒരു പുതിയ തന്ത്രം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും 3 പേരെ അവർ നിയമിച്ചിരിക്കുകയാണ്. 3 പേര്. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ പാർട്ടി അംഗത്വമുള്ളത് അല്ലെങ്കിൽ പുറത്തറിയപ്പെടുന്നവർ. ബാക്കി 2 പേര് ഈ പാർട്ടിയുമായി ഒരു ബന്ധമുള്ളവരല്ല, ഒരു ബന്ധമില്ല. അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അവർക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് ചെയ്ത് ആളിനെ എടുക്കുന്ന പോലെ അവരെ എടുത്തുകൊണ്ട് വാർഡിൽ 4 ദിവസം വീതം സന്ദർശനം നടത്താൻ വേണ്ടി 3 പേരുള്ള ഒരു ടീമിനെ അവരെടുക്കാൻ തീരുമാനിച്ചു. അത് പാർട്ടിക്കാരല്ല. ഈ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളല്ല, അവരുടെ സഞ്ചാരികളല്ല, അവരുടെ സഹയാത്രികരല്ല. അവർ നിഷ്പക്ഷവാദികളായി നിന്നുകൊണ്ട് നമ്മുടെ വീടുകളിൽ വന്ന് രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് അവർ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ആരെ പ്രതിരോധിക്കാനാണ്? ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ അധ്യക്ഷനായി ഇവിടെ വന്നതിന് ശേഷം ഈ പാർട്ടിക്കുണ്ടായ ഉണർവും ഉന്മേഷവും വളർച്ചയും അവരെല്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ കേരളത്തിലുള്ള മുഴുവൻ വാർഡുകളും പിടിച്ചെടുക്കാൻ വേണ്ടി 15,000 ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15,000 ആളുകളെ അവർ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പാർട്ടി മെമ്പർമാരല്ല. ഇവരെ നോക്കാൻ വേണ്ടി പാർട്ടി മെമ്പർമാരായ ആളുകൾ വേറെയുണ്ട്, പാർട്ടി നേതാക്കന്മാർ വേറെയുണ്ട്. അപ്പൊ നമുക്ക് കടുത്ത പ്രതിരോധം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യാമോ, നമ്മുടെ എതിർകക്ഷികളായിട്ടുള്ള CPM ഇടതുപക്ഷ ജനാധിപത്യം ചെയ്യാമോ, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനെ അതിജീവിക്കുവാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ വീടുകളിൽ നാളെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് നമ്മൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പൂക്കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, പുരോഗമന കലാസാഹിത്യം എന്ന് തോന്നുന്നു. അതിന്റെ ആളുകളെയാണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പുള്ളവരല്ല. അങ്ങനെയുള്ള ആളുകളെ കൂടി അവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നാളെ CPM-ന്റെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എത്താൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളൊക്കെ ഈ പുറന്തള്ളപ്പെട്ടു പോകും. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം 10 വാർഡുകളിൽ ജയിക്കുക എന്നുള്ളതാണ്. 10 വാർഡ് നമുക്ക് ജയിക്കാൻ കഴിയും, 10 വാർഡ് നമുക്ക് ജയിക്കാൻ കഴിയും. അതിനടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ വാർഡുകളെയും നമ്മൾ 4 കാറ്റഗറിയായിട്ടുണ്ട്. കാറ്റഗറി 1 നമ്മൾ ജയിച്ച വാർഡുകൾ, കാറ്റഗറി 1 നമ്മൾ ജയിച്ച വാർഡുകൾ, കാറ്റഗറി 2 നമ്മൾ ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന വാർഡുകളല്ല. അങ്ങനെ വെച്ചുകൊണ്ടാണ് നമുക്ക് 9 വാർഡുകളിൽ നമുക്ക് സുഖമായി ജയിക്കാം. അതുകൂടാതെ പുതിയൊരു വാർഡ് കൂടെ ഇപ്പോൾ വരെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 10 വാർഡുകളിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി ഈ ചടയമംഗലം പഞ്ചായത്തിൽ വിജയിക്കുകയും 16-ൽ 10 സീറ്റുകൾ മേടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ യശസ് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് അഭിമാനബോധത്തോടുകൂടി തിരിച്ചറിയാൻ കഴിയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായേ പറ്റൂ, ഉണ്ടാകണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇളമാട് പഞ്ചായത്തിൽ ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലാണ്. അവിടെ 2 മെമ്പർമാരുണ്ട്, ഒരു വോട്ടിന് ഒരു വാർഡ് തോറ്റുപോയി. അതുപോലെ തന്നെ അവിടെയും 6 സ്ഥാനത്ത് ഞങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്. ഞങ്ങൾ ആ പഞ്ചായത്തും പിടിക്കാൻ പോകണം. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ആ കമ്മിറ്റിയിൽ ഇളമാട് പഞ്ചായത്തിനെ നമ്മൾ എടുത്തിട്ടില്ല, ചടയമംഗലം പഞ്ചായത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ.
ഈ അടുത്ത ഏരിയയിൽ നമുക്ക് ഈ ലിസ്റ്റിൽ കൊണ്ട പഞ്ചായത്തായിട്ട് എടുത്തിരിക്കുന്ന ഏക പഞ്ചായത്ത് ഈ ചടയങ്കൽ പഞ്ചായത്താണ്. അപ്പൊ അതിന്റെ അഭിമാനം നമുക്കുണ്ടാവണം. നമുക്ക് ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ കഴിയണം. നാളെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ വന്ന് നമുക്ക് ഷേക്ക് ഹാൻഡ് തരുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ ചടയങ്കൽ പഞ്ചായത്തിലെ 10 വാർഡുകൾ ജയിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങിരുന്ന അപ്പോൾ അടുത്തട്ടിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഊടിയിട്ടിറങ്ങുന്ന തരത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കില്ല. കാരണം നമ്മളെ പ്രതിരോധിക്കാൻ ഇത്തരത്തിൽ ആളുകളെ കാശ് കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു പ്രതിഭാസം കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ കക്ഷികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ പറ്റി നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയില്ല. ഈ ചടയങ്കൽ പഞ്ചായത്തിൽ കോൺഗ്രസ് എന്നുള്ളത് ഉള്ള ഒരു കടലാസിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്, ചിത്രത്തിലില്ലാത്ത പ്രതിഭാസമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ പിന്നെ നമ്മുടെ തെരുവിൻ ഭാഗം അല്ലെ ആ വാർഡ് മാത്രം ജയിച്ച ഒരു പഞ്ചായത്താണ്. ആ മുലങ്കടാണ് മൂലങ്കോടാണ് ജയിക്കാൻ കഴിയാത്ത പഞ്ചായത്താണ്. കണ്ണങ്കോട് പൂങ്കോട് ഇപ്പോഴില്ലേ അത് കണ്ണങ്കോട്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് അല്ല നമ്മുടെ മുഖ്യ എതിരാളി, ഇവിടെ LDF ആണ് എന്ന ധാരണ നമ്മളിൽ ഉണ്ടാവുകയും നമ്മൾ വിജയിക്കുവാനുള്ള വിജയതന്ത്രത്തിന്റെ ആദ്യപടിയാണ് ഈ സമ്മേളനം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യണം. നമ്മൾ ഇതോടുകൂടി രണ്ടാമത്തെ സമ്മേളനമാണ് നടക്കുന്നത്. നമ്മൾ ഇനി 14 സമ്മേളനങ്ങൾ ബാക്കി കിടക്കാണ്. എല്ലാ വാർഡ് സമ്മേളനങ്ങളും വളരെ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അലങ്കാരം കൊണ്ടും ഏറ്റവും മികച്ച തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യും. ആളുകളെ ആകർഷിക്കാൻ കഴിയുമ്പോൾ നമ്മളുടെ പതാക ഉയർത്തി നമ്മൾ ഇത്രയും പേര് നിന്ന് മുദ്രാവാക്യം വിളിച്ചു, ഇത്രയും പേര് ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ ആളുകൾ ഉറ്റുനോക്കുവാണ് ഭാരതീയ ജനതാ പാർട്ടി എന്തിനോ വേണ്ടിയുള്ള ഒരു പുറപ്പാടിലേക്കാണെന്നുള്ള ഒരു ബോധ്യം പലർക്കും വന്നു കഴിഞ്ഞു. ആ ബോധ്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്നുള്ള ഒരു ബോധ്യം മറ്റുള്ളവരെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി വാർഡ് പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ നമ്മൾ ഈ ചടയമംഗലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ മുടിച്ചൂടാ മുന്നന്മാരായി നിന്ന് നമുക്ക് പടപൊരുതാൻ പറ്റും. നമ്മളെ എതിർക്കുവാൻ വേണ്ടി നിൽക്കുന്ന വർഗീയ കക്ഷികൾ അടക്കമുള്ളവരെ നമുക്ക് ദൂരെ മാറ്റി നിർത്താൻ കഴിയും. ഈ ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിലില്ലെങ്കിൽ അല്ലെങ്കിൽ UDF അധികാരത്തിലില്ലെങ്കിൽ ഈ വർഗീയ കക്ഷികളെല്ലാം പത്തിമടക്കി പോകുന്ന കാര്യത്തിൽ നമുക്കൊന്നും യാതൊരു തരത്തിലുള്ള സന്ദേഹവുമില്ല. വേറെ 2014 നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ ഈ വർഗീയ കക്ഷികൾ ഈ PPF അടക്കമുള്ള SDP അടക്കമുള്ള വർഗീയ കക്ഷികൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. അവർക്ക് ആത്മധൈര്യം കൊടുത്തത് ഇവിടെ LDF ആണ്. ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർക്ക് ആത്മധൈര്യം കൊടുത്തത് ഇവിടുത്തെ LDF ആണ്. അതിനുവേണ്ടിയുള്ള ചൂട്ട് പിടിച്ചത് ഇവിടുത്തെ UDF ആണ്. അതുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ, ഏറ്റവും മുന്നിൽ നമ്മുടെ പാർട്ടിക്കും വരാൻ കഴിഞ്ഞാൽ ഈ വർഗീയ കക്ഷികളടക്കമുള്ളവരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയും. നമുക്കിവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ഇനി നമുക്ക് പറയാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അക്കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വാർഡ് സമ്മേളനങ്ങളിൽ വൻപിച്ച ഒരു പരിവർത്തനത്തിനുള്ള ഒരു തുടക്കമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ആശംസകൾ പറയാനായിട്ട് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് VS ഉണ്ണികൃഷ്ണൻ, ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ സ്നേഹനിധികളായ ഭാരവാഹികളെ, കാര്യകർത്താക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ശക്തമായ സംഘടനാ വർക്കിലൂടെ മുന്നോട്ട് നീക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചടയമംഗലത്തെ വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന ത്തിലൂടെ അവിടെ മുതൽ തേരോട്ടം തുടങ്ങി. ഇന്ന് 40 വർഷങ്ങൾക്ക് ശേഷം നിരവധി പഞ്ചായത്ത് മെമ്പറെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് 3 പഞ്ചായത്ത് മെമ്പറാണ് ഉണ്ടായിരുന്നു. ഇന്ന് ഒരാൾ രാജിവെച്ചു പോയെങ്കിലും നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഈ വാർഡിൽ, ചടയമംഗലം പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പോരയിടം എടുത്താൽ പോരയിടം ഇത് ഒറ്റ വാർഡായി കിടന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ നിന്ന് ജയിച്ചത് റെംലി ജയിച്ചു വന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആയിട്ടുള്ള റെംലി ജയിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൂങ്കോട് എടുത്തു കഴിഞ്ഞാൽ അക്കോണം, പൂങ്കോട്, കല്ലുമല ചേർന്ന് ഒറ്റ വാർഡായി കിടന്നപ്പോൾ കേശുദാസ് ജയിച്ചു, രുക്മിണിയമ്മ ജയിച്ചു, അങ്ങനെ ജയിച്ചു. അങ്ങനെ കണ്ണങ്കോട് എടുത്തു കഴിഞ്ഞാൽ കണ്ണങ്കോടും ആ ഭാഗങ്ങൾ ചേർന്ന് ജയിച്ചു. അപ്പം ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആവറേജ് എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടായി.
ഇവിടെ ചേച്ചി ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്, ഇപ്പൊ അപ്പുറത്തെ വാർഡിൽ നിന്ന് ജയിച്ചു. അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു. ഇനി ആ വാർഡുകളെല്ലാം നിലനിർത്തുക, ആ വാർഡുകൾ ശക്തമായ സംഘടനാ വർക്ക് നമുക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് ശക്തമായ സംഘടനാ പ്രവർത്തനം നമ്മൾ താഴെ തലങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് സംഘടന ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ തന്നെ 20 പേരടങ്ങുന്ന മാനേജ്മെന്റ് കമ്മിറ്റി, സമാന്തര വോട്ടർ പട്ടിക നിർമ്മിക്കുക, അതിൽ എത്ര വോട്ടർമാരാണ് നമ്മുടെ ശക്തമായ രീതിയിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ വോട്ടർമാർ, 2 നമ്മളിലേക്ക് ഒരു അല അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മളിലേക്ക് വരുന്ന അനുഭാവികൾ, 3 നമ്മൾ സ്വാധീനം ചെലുത്തിയാൽ 1 or 2 പ്രാവശ്യം സ്വാധീനം ചെലുത്തിയാൽ നമുക്ക് ചെയ്യുന്ന വോട്ടുകൾ, 4 നിരവധി പ്രാവശ്യം സ്വാധീനം ചെലുത്തിയാൽ ചെയ്യുന്ന വോട്ടുകൾ, 5 നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ പല ബന്ധുക്കളെയും കൊണ്ട് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വീഴുന്ന വോട്ട്. അങ്ങനെ 5-6 കാറ്റഗറികളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ നേതൃത്വം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UP എങ്ങനെ പിടിച്ചോ, ബീഹാർ എങ്ങനെ പിടിച്ചോ, മധ്യപ്രദേശ് എങ്ങനെ പിടിച്ചോ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്തിലും കേരളത്തിൽ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരാശങ്കയും വേണ്ട. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ ഈ ശക്തമായ വർക്കിലൂടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങൾ വളരെ കുറവാണ്. നമുക്കറിയാം, വളരെ 10, 20, 30, 35, 40 വർഷങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു വളർന്ന, നമ്മൾ തോളി കൈയിട്ടുകൊണ്ടുവന്ന, നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തിയ അവരാണ് ഇവിടെ ഇരിക്കുന്നത്. ആർക്കും ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. വ്യക്തമായിട്ട് കഴിഞ്ഞ ഒരു 4-5 ദിവസം നമ്മൾ 3-4 പ്രവർത്തകർ ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ച വഴിക്ക് വ്യക്തമായിട്ട് CPM എങ്ങനെയാണോ അതിന്റെ അടിത്തറയിൽ വർക്ക് ചെയ്തിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ എത്ര വോട്ട് കിട്ടും എന്ന് പറയുന്നത് പോലെ രവിയണ്ണൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ എത്ര വോട്ട് പിടിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് ദിവസം അണ്ണൻ ഇവിടെ വന്ന് പറഞ്ഞു, ഇത്ര വോട്ട് ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചിരിക്കും. ഓരോ വോട്ട് കൂടുകയോ ഓരോ വോട്ട് കുറയുകയോ ചെയ്തിട്ടില്ല. ആ രവിയണ്ണന്റെ കാഴ്ചപ്പാട് അതാണെങ്കിൽ അതുപോലെ 100 കണക്കിന് രവിയണ്ണന്മാർ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. അവർ ശക്തമായ രീതിയിൽ സംഘടനാ വർക്ക് ചെയ്താൽ നമുക്കറിയാൻ സാധിക്കും, ശക്തമായ രീതിയിൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും. ഓരോ വാർഡിലും നമുക്ക് സംഘടനാപരമായി നല്ല അടിത്തറയുള്ള മേഖലകളാണ്. അടിത്തറയുള്ള മേഖലകളിൽ നമ്മൾ ആഴ്ന്നിറങ്ങിച്ചെന്നാൽ നമുക്കിറങ്ങി വിജയിക്കാൻ സാധിക്കും. ആ വിജയം നമുക്ക് വരുന്ന 100-ാം ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കണം, ഒരു സിന്ധു ചേച്ചിയോ ഒരു ഹരിയോ ഒക്കെ ആയിരിക്കണം വരുന്ന കാലഘട്ടത്തെ അല്ലെങ്കിൽ 100-ാം ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. അതിനുവേണ്ടി ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി കൃതജ്ഞത പറയാനായിട്ട് അല്ല, കൈയെടുത്ത് കാണിച്ചവിടെ, അതില് മറച്ചത് സാറേ. മതി മതി, അവിടെ നിന്നാ മതി സാറേ. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിന്റെ പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെ അധ്വാനശേഷിയും സംഘടനാ പാഠവും ഒക്കെ ഉള്ള പ്രിയമുള്ള എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മുൻപ് ഉദ്ഘാടകനും നമ്മുടെ അധ്യക്ഷനും നമ്മുടെ പാർട്ടിയുടെ ചടയമംഗലം പഞ്ചായത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള എല്ലാ പേരും നമ്മുടെ വിജയമോഹൻ സാർ ഉൾപ്പെടെ സംസാരിച്ചതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെ സംഘടനാപരമായി ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടത്.
ഇതിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് നമ്മുടെ ഓരോ ചൂടുകളും വെച്ചില്ലെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് പരാജയമല്ല വേണ്ടത്, നമ്മൾക്ക് വിജയമാണ് വേണ്ടത്. കാരണം നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് BJP ആണ്. ആ BJP നയിക്കുന്ന സംഘപ്രസ്ഥാനങ്ങളാണ്. ആ സംഘപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോ മുൻപ് വിജയമോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ശ്രീ വിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രണാമം. ലൈക്ക് ബട്ടൺ അമർത്താനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പ്രധാനമായി ശ്രീ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും പ്രത്യേക റിപ്പോർട്ടുകളും ലഭ്യമാകും.